ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ പ്രിയ MT ഇനി ദീപ്തസ്മരണ. സംസ്കാര ചടങ്ങുകൾ മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. പ്രിയ കഥാകാരന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി ആയിരങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. പരമാധികാരവും അഖണ്ഡതയും സംബന്ധിച്ച മൂല്യബോധം ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതായി വീർ ബാൽ ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. മണ്ഡലപൂജ സന്നിധാനത്ത് ഇന്ന് നടന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം നാളെ ജമ്മുകശ്മീരിനെ നേരിടും. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ പ്രിയ MT ഇനി ദീപ്തസ്മരണ. സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ കോഴിക്കോടെ വസതിയിൽ MT വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ M. മുകുന്ദൻ, സാറ ജോസഫ്, മോഹൻലാൽ, ഹരിഹരൻ തുടങ്ങി ചലച്ചിത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ MTയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോടെ വസതിയിൽ നിന്നും സ്മൃതിപഥത്തിലേക്കുള്ള യാത്രയിലുടനീളം പ്രിയപ്പെട്ട സാഹിത്യകാരനെ ഒരു നോക്ക് കാണാൻ വഴിയരികിൽ ജനങ്ങൾ കാത്തുനിന്നിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. MTയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളത്തെ ലോക സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭ വിട പറയുമ്പോൾ സാംസ്കാരിക കേരളത്തിന് അത് നികത്താനാകാത്ത നഷ്ടമായി മാറുകയാണ്. കേരളം കഴിഞ്ഞ നൂറ്റാണ്ടിൽ സാക്ഷ്യം വഹിച്ച സാമൂഹിക മാറ്റങ്ങളുടെയും ജീവിതഘടനയുടെയും പ്രതിഫലനമായിരുന്നു MTയുടെ കഥാപാത്രങ്ങൾ. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലൂടെ അദ്ദേഹം തന്റെ പ്രതിഭ ലോകത്തിനു മുന്നിൽ പകർന്നു. കഥാപാത്രങ്ങളുടെ ആന്തരിക വ്യാപാരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന എഴുത്ത് രീതിയായിരുന്നു MTയുടെ രചനകളെ എക്കാലവും വ്യത്യസ്തമാക്കി തീർത്തത്. MTയുടെ വാക്കുകളിലേക്ക്. മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആന്തര വ്യാപാരങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് അറിയുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ജീവിത സന്ധികൾ, ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇത് കാണാൻ ശ്രമിച്ചാൽ കുറെ കൂടി നന്നായിരിക്കും എന്നൊരു തോന്നൽ അബോധമായിട്ട് എന്നിലുണ്ടായിരുന്നു. നാലുകെട്ട്, രണ്ടാമൂഴം, അസുരവിത്ത്, കാലം, മഞ്ഞ് തുടങ്ങി മലയാളിക്ക് എക്കാലവും പ്രിയപ്പെട്ട MTയുടെ കൃതികൾ ആധുനിക രചനാരീതിയുടെ സാധ്യതകൾ വായനക്കാർക്ക് മുന്നിൽ തുറന്നു നൽകുകയായിരുന്നു. മുറപ്പെണ്ണിൽ തുടങ്ങി ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, ആരണ്യകം, പഞ്ചാഗ്നി, സുകൃതം, പരിണയം എന്നിങ്ങനെ 50ലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചു. നിർമാല്യം, കടവ് തുടങ്ങി 6ഓളം ചിത്രങ്ങളുടെ സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. പത്മഭൂഷൺ, കേരള ജ്യോതി, ജ്ഞാനപീഠ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ് എന്നിങ്ങനെ ഒട്ടുമിക്ക അംഗീകാരങ്ങളും MTയെ തേടിയെത്തി. മലയാളികളുടെ മനസ്സിൽ ചിരകാലം തുടരുന്ന വാക്കുകളുടെ വിസ്മയലോകം അവശേഷിപ്പിച്ചാണ് 91ാം വയസ്സിൽ MT വിടവാങ്ങുന്നത്. രാജ്യത്തിനും ദേശീയ താൽപര്യങ്ങൾക്കുമാണ് ഏത് ദുർഘട ഘട്ടങ്ങളിലും പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമാധികാരവും അഖണ്ഡതയും സംബന്ധിച്ച മൂല്യബോധം ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. വീർബാൽ ദിവസ് പരിപാടിയെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവശക്തി ചരിത്രത്തിലുടനീളം ഇന്ത്യയുടെ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. സിഖ് ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ സമാനതകളില്ലാത്ത ധീരതയെയും ത്യാഗത്തെയും വീർബാൽ ദിവസിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സുപോഷിത് ഗ്രാം പഞ്ചായത്ത് അഭിയാന്റെ ഉദ്ഘാടനവും ശ്രീ മോദി ചടങ്ങിൽ നിർവഹിച്ചു. പൊതുജന പങ്കാളിത്തത്തിലൂടെ പോഷക സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 64.64 കോടി വോട്ടുകൾ രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 65.78% വോട്ടെടുപ്പിലെ സ്ത്രീ പങ്കാളിത്തം. വോട്ടെടുപ്പിൽ ഭിന്നലിംഗ സമ്മതിദായകരുടെ പങ്കാളിത്തം 23.5% വർദ്ധിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മണ്ഡലപൂജ സന്നിധാനത്ത് ഇന്ന് നടന്നു. 32 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മണ്ഡലകാലത്ത് ഇതിനകം ശബരിമലയിലെത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നവംബർ 16 നട തുറന്നത് മുതൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ വർധനവുണ്ടായിട്ടുണ്ട്. ദേവസ്വം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള മികച്ച ഏകോപനവും പോലീസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ കൃത്യമായ പ്രവർത്തനവും ശബരീശിനു മുന്നിലെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാനായി. ഇന്ന് വൈകിട്ട് 7 വരെ മാത്രമാകും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക. ഇന്ന് രാത്രി 9:50 ഹരിവരാസനം പാടി 10 നടയടച്ചാൽ പിന്നെ മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30 വൈകിട്ട് 5 വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്കും നടക്കും. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനകളും സംയുക്തമായി നടത്തിയ മുന്നൊരുക്കങ്ങളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് പരാതിരഹിതമായ മണ്ഡല തീർത്ഥാടന കാലമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. 1 ലക്ഷത്തിലേറെ തീർത്ഥാടകർ എത്തിയ ദിവസമുണ്ടായിട്ടും ഒരാൾ പോലും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായിട്ടില്ലെന്നും മണ്ഡലപൂജയുടെ ക്രമീകരണങ്ങളും മകരവിളക്ക് ഒരുക്കങ്ങളും വിലയിരുത്തിയ ശേഷം അദ്ദേഹം ശബരിമല സന്നിധാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 18ാം പടിയിൽ 1 മിനിറ്റിൽ 85 മുതൽ 90 പേർ വരെ കയറുന്ന സാഹചര്യം സൃഷ്ടിക്കാനായത് ദർശനം സുഗമമാക്കാൻ സഹായിച്ചതായും മന്ത്രി പറഞ്ഞു. 8ഓളം ശബരി സ്പെഷ്യൽ ട്രെയിനുകൾ വേണ്ടത്ര യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കിയതായി സൌത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. അതേസമയം ക്രിസ്തുമസ് അവധിയോടനുബന്ധിച്ചുള്ള യാത്രക്കാരുടെ അധിക തിരക്ക് പരിഗണിച്ച് നാളെയും മറ്റന്നാളുമായി ബംഗളൂരുവിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ ഏർപ്പെടുത്തി. ക്രിസ്തുമസ് പുതുവത്സര അവധി ദിനങ്ങളോടനുബന്ധിച്ച് മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വൻ പ്രവാഹം. ദേശീയപാതകളടക്കം മൂന്നാറിലേക്കുള്ള എല്ലാ റോഡുകളും സന്ദർശകരുടെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വൻ പ്രവാഹമാണ് ഇന്നും ഇന്നലെയും ഉണ്ടായത്. നേരിമംഗലം മുതൽ മൂന്നാർ വരെ കിലോമീറ്ററുകളോളം ദൂരം റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടത്. വനമേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ടായി. നെടുങ്കണ്ടം പൂപ്പാറ റോഡിലും മറയൂർ മൂന്നാർ പാതയിലും സമാന സ്ഥിതിയായിരുന്നു. മൂന്നാറിലെ ക്രിസ്തുമസ് ആഘോഷത്തിന് ശേഷം മടങ്ങുന്നവരുടെയും മൂന്നാറിലേക്ക് എത്തുന്നവരുടെയും വാഹനങ്ങൾ കൊണ്ട് ചെറുതും വലുതുമായ എല്ലാ റോഡുകളും നിറഞ്ഞ അവസ്ഥയാണ്. വരും ദിവസങ്ങളിലും തിരക്ക് തുടരുമെന്നാണ് സൂചന. പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണക്കാഴ്ചയൊരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് മികച്ച പ്രതികരണം. അപൂർവമായ പുഷ്പങ്ങളടക്കം നയന മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് വസന്തോത്സവത്തെ ആകർഷകമാക്കുന്നു. ലണ്ടനിലെ ക്രിസ്മസിനെ ഓർമ്മിപ്പിക്കും വിധം യൂറോപ്യൻ സ്ട്രീറ്റ്, കുട്ടികൾക്കായി സിൻഡ്രല്ല തുടങ്ങിയവ ലൈറ്റ് ഷോയുടെ മാറ്റുകൂട്ടുന്നു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ 3ാം ഘട്ടം നാളെ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസ് കോമ്പൌണ്ടിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ നടക്കും. കേരളത്തിൽ നിന്നുള്ള 250 പേരാണ് 3ാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുക. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം നാളെ ജമ്മുകശ്മീരിനെ നേരിടും. ഇന്ന് നടന്ന ആദ്യ ക്വാർട്ടറിൽ ഒഡീഷയ്ക്കെതിരെ പശ്ചിമബംഗാൾ 1-നെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ചു. രാത്രി 7:30 നടക്കുന്ന 2ാം ക്വാർട്ടറിൽ ഡൽഹി മണിപ്പൂരിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസും മേഘാലയയുമായുള്ള ക്വാർട്ടർ മത്സരം നാളെ വൈകുന്നേരം നടക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് നേടി. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതമാണ് വിജയിച്ചിരിക്കുന്നത്. ഒരു മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ പ്രിയ MT ഇനി ദീപ്തസ്മരണ. സംസ്കാര ചടങ്ങുകൾ മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. പ്രിയ കഥാകാരന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി ആയിരങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. പരമാധികാരവും അഖണ്ഡതയും സംബന്ധിച്ച മൂല്യബോധം ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതായി വീർ ബാൽ ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. മണ്ഡലപൂജ സന്നിധാനത്ത് ഇന്ന് നടന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം നാളെ ജമ്മുകശ്മീരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.